Saturday of Realities, മാർച്ച് 26, 2025. ക്രിസ്ത്യാനിത്വത്തിൻ്റെ അടിസ്ഥാനം. എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമാകയാൽ ദൈവത്തിൻ്റെ മനുഷ്യൻ സകല സൽപ്രവൃത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവൻ ആകേണ്ടതിന് ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യാസത്തിനും പ്രയോജനമുള്ളത് ആകുന്നു. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 9-ാം അധ്യായം 8-ാം വാക്യം. വചനപ്രകാരമല്ലാത്ത മനുഷ്യൻ്റെ ആശയങ്ങൾ അടിസ്ഥാനമാക്കിയുള്ള ക്രിസ്ത്യാനിത്വം സമൂഹങ്ങൾ പിന്തുടരുന്നത് കൊണ്ട് മാത്രം അത് യഥാർത്ഥ ക്രിസ്ത്യാനിത്വം ആകുന്നില്ല. യഥാർത്ഥ ക്രിസ്ത്യാനിത്വം ബൈബിളിനെ, ദൈവവചനത്തെ അടിസ്ഥാനമാക്കിയുള്ളതത്രേ. എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമാകയാൽ ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യാസത്തിനും പ്രയോജനമുള്ളത് ആകുന്നു എന്ന് 2 തിമോഥെയോസ് 3-ാം അധ്യായം 16-ാം വാക്യത്തിൽ ബൈബിൾ നമ്മോട് പറയുന്നു. ഈ ബൈബിൾ പൂർണ്ണമായും സത്യമാണെന്നും ജീവിതത്തിലെ സകല കാര്യങ്ങളും ഈ തിരുവെഴുത്തിൻ്റെ അധികാരപരിധിയിൽ ആണ് എന്ന് വിശ്വസിക്കുകയും അംഗീകരിക്കുകയും പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന വ്യക്തിയത്രേ ക്രിസ്ത്യാനി. ഇപ്രകാരമല്ലാത്ത ആരും യഥാർത്ഥ ക്രിസ്ത്യാനിയല്ല. കൂടാതെ യേശു ക്രിസ്തു ദൈവപുത്രനാണെന്നും, അതായത് ദൈവം മനുഷ്യനായി ജഡത്തിൽ അവതരിച്ചതാണ് യേശു എന്നും ഒരു യഥാർത്ഥ ക്രിസ്ത്യാനി വിശ്വസിക്കുന്നു. വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ഞങ്ങൾ അവൻ്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായവൻ്റെ തേജസ്സായി കണ്ടു. യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായം 14-ാം വാക്യം. കൂടാതെ യേശു നമ്മുടെ രക്ഷകനായി മരിച്ചു എന്ന യാഥാർത്ഥ്യം ഒരു ക്രിസ്ത്യാനി അംഗീകരിക്കുന്നു. ക്രിസ്തുവോ നാം പാപികൾ ആയിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. റോമർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 8-ാം വാക്യം. ഇതിലുപരി ഒരു ക്രിസ്ത്യാനി യേശു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു എന്ന് വിശ്വസിക്കുകയും യേശുവിനെ കർത്താവ് എന്ന് വായകൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുന്നു. യേശുവിനെ കർത്താവ് എന്ന് വായകൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. റോമർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം 9-ാം വാക്യം. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 18-ാം വാക്യത്തിൽ പറയുന്നു, ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ എൻ്റെ കൈവശമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എത്ര കാലമായി ഒരു ക്രിസ്ത്യാനിയാണെന്ന് അവകാശപ്പെടുന്നു എന്നതോ നിങ്ങളുടെ സ്ഥാനപ്പേര് എന്താണെന്നോ നിങ്ങളെ ഒരു യഥാർത്ഥ ക്രിസ്ത്യാനി ആക്കുന്നില്ല. നിങ്ങൾ ഈ സത്യങ്ങൾ അംഗീകരിക്കുകയും വിശ്വസിക്കുകയും ഏറ്റുപറയുകയും ചെയ്യുന്നില്ലെങ്കിൽ വചനപ്രകാരം നിങ്ങൾ ഒരു ക്രിസ്ത്യാനിയല്ല. ഒരു ക്രിസ്ത്യാനി ആരാണെന്ന നിർവചനത്തിൻ്റെ തുടക്കമാണിത്. ഇത് വളരെ പ്രധാനമാണ്. എന്താണ് ഇതിൻ്റെ പ്രാധാന്യം? എന്തുകൊണ്ടെന്നാൽ ബൈബിൾ പറയുന്ന ക്രിസ്തുവിലുള്ള ശ്രേഷ്ഠമായ ജീവിതം ഇപ്രകാരം വിശ്വസിക്കുന്നവർക്ക് മാത്രമേ ലഭ്യമാകൂ. വിശ്വസിക്കുന്നതിൽ 2 അവശ്യ ഘടകങ്ങൾ ഉൾപ്പെടുന്നു. സത്യം അംഗീകരിക്കുകയും ഏറ്റുപറയുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുക. ഇവയില്ലാതെ വിശ്വാസം അപൂർണമാണ്. ദൈവത്തിന് മഹത്വം. പ്രാർത്ഥിക്കാം, പ്രഖ്യാപിക്കാം. പ്രിയ പിതാവേ, എൻ്റെ ജീവിതത്തെ നിർവചിക്കുകയും നയിക്കുകയും ചെയ്യുന്ന അങ്ങയുടെ വചനത്തിൻ്റെ വെളിച്ചത്തിനായി ഞാൻ നന്ദി പറയുന്നു. തിരുവെഴുത്തുകളുടെ സമ്പൂർണ്ണ സത്യം ഞാൻ വിശ്വസിക്കുകയും അംഗീകരിക്കുകയും ഏറ്റുപറയുകയും പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. യേശു ക്രിസ്തു ജഡത്തിൽ ഭൂജാതനാവുകയും എൻ്റെ രക്ഷയ്ക്കായി മരിക്കുകയും മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും ഇപ്പോൾ എൻ്റെ ഹൃദയത്തിൽ തൻ്റെ ആത്മാവിനാൽ ജീവിക്കുകയും ചെയ്യുന്നു
എന്ന് ഞാൻ ധൈര്യത്തോടെ ഉറപ്പിച്ച് പറയുന്നു. ഈ സത്യങ്ങൾ അനുസരിച്ച് ഞാൻ ജീവിക്കുകയും അങ്ങയുടെ വചനത്തിൻ്റെ പൂർണ്ണ അനുഗ്രഹത്തിൽ നടക്കുകയും ചെയ്യുന്നു. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. തുടർ പഠനത്തിന് റോമർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം 9 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ, യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ, 2 തിമോഥെയോസ് 3-ാം അധ്യായം 16-ാം വാക്യം.